ട്രസ്റ്റബിൾഡ് ആണ്. അതുമാത്രമല്ല നമ്മൾ ഈ പറഞ്ഞ റിപ്പോർട്ടുകളെല്ലാം സൈബർ സെല്ല് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മാത്രമാണ് പറയുന്നത്. എത്രത്തോളം ആൾക്കാർ ഇത് പുറത്ത് പറയത്തില്ല, നാണക്കേട് കാരണം, ഇല്ലെങ്കിൽ പോയ പൈസ മറ്റുള്ളവരുടെ അത് അറിയും എന്ന് പേടിച്ചിട്ട് ചെയ്യുന്നില്ല. ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് എത്ര കോടി രൂപ അപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാകത്തില്ല. അത് വളരെ ഒരു കൺസേൺ ആണ്. എത്ര വലിയ കൺസേൺ ആണ് അത്. അതൊക്കെ അവർക്കൊരു മോട്ടിവേഷനാണ്. നിങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അവർ വിചാരിക്കും നമ്മൾ ഇനിയും സ്കാം ചെയ്താലും അവർ നമ്മളെ പിടിക്കാൻ പോകുന്നില്ല. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ വാട്ടെവർ അത് റിപ്പോർട്ട് ചെയ്യണം. അത് നിങ്ങളുടെ മിസ്റ്റേക്ക് മാത്രമല്ല, അത് അവർ അതിനുവേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരാണ്. അപ്പം നിങ്ങളത് റിപ്പോർട്ട് ചെയ്ത് കറക്റ്റായിട്ടുള്ള രീതിയിൽ സൈബർ സെല്ലിൽ കേസ് കൊടുത്ത് മുന്നോട്ട് പോയാൽ മാത്രമേ നിങ്ങൾക്ക് ഒന്നുകിൽ ഫണ്ട് റീഫണ്ട് കിട്ടും. അതിന് വളരെ കുറച്ച് സാധ്യതയുള്ളൂ. 1% ചാൻസ് ഉള്ളൂ. 1% മാത്രമേ ഫണ്ട് തിരിച്ചിട്ടുള്ള സാധ്യതയുള്ളൂ. എന്നാലും ബാക്കിയുള്ളവർക്ക് ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത്. അതെ. പിന്നെ അടുത്തൊരു സ്കാം എടുത്ത് പറയുകയാണെങ്കിൽ ഫേക്ക് ലോൺ ആപ്പുകളുടെ സ്കാമാണ്. അതിൽ അറൗണ്ട് തട്ടിയെടുത്തിട്ടുള്ളത് 30 മുതൽ. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ കേരളത്തിൽ നടക്കുന്നത് മാത്രമാണ്, ഇന്ത്യ മുഴുവനുള്ളതല്ല. കേരളത്തിൽ നടക്കുന്ന നമ്മളെ മലയാളികളുടെ കയ്യിൽ നിന്ന് തട്ടിയെടുത്ത എമൗണ്ടാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നത്. അപ്പോൾ ഫേക്ക് ലോൺ ആപ്ലിക്കേഷനിൽ നിന്ന് തന്നെ 30 മുതൽ 50 കോടി രൂപയാണ് സ്കാം ചെയ്തിട്ടുള്ളത്. അതായത് നമ്മൾ ഒരു ആവശ്യം വരുമ്പോഴാണല്ലോ ലോൺ എടുക്കാനായിട്ട് പോകുന്നത്. പക്ഷേ തളർന്നു നിൽക്കുന്ന അല്ലെങ്കിൽ തകർന്നു കിടക്കുന്ന, ഫൈനാൻഷ്യലി തകർന്നു കിടക്കുന്ന ഒരാളാണ് ഈ ലോൺ എടുക്കാനും ബാക്കി കാര്യങ്ങളിലേക്ക് പോകുന്നത്. പക്ഷേ അവരിൽ നിന്ന് കയ്യിൽ നിന്ന് തട്ടിയെടുത്തുകൊണ്ട് പോകുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് നമുക്ക് ഈ ലോൺ ആപ്ലിക്കേഷൻ്റെ സ്കാംസും കാര്യങ്ങളും എല്ലാം കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഈ ഇടയ്ക്ക് ഒരു പുള്ളിക്കാരൻ്റെ അടുത്ത് പറഞ്ഞതാണ്, അതായത് ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം നല്ലൊരു പേയ്മെൻറ്റ് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു ലോൺ പാസ്സാക്കി കിട്ടും. അതായത് ലോണ് പുള്ളി സെർച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് 10 ലക്ഷം രൂപ എങ്ങാണ്ടോ കാണിക്കുന്നുണ്ട്, അപ്രൂവലായി കിടക്കുന്നുണ്ട്. പക്ഷേ കുറച്ച് എമൗണ്ട് പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അത് കംപ്ലീറ്റ് പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആയിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുള്ളൂ. അപ്പോൾ 50,000 രൂപ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പുള്ളിക്ക് ഈ 10 ലക്ഷം രൂപയുടെ ലോൺ പാസ്സായി കിട്ടും. അപ്പോൾ ഈ ഒരു 50,000 കൊടുത്തതിന് ശേഷം പിന്നെ ആളെയും കാണാനില്ല, അവരെയും കാണാനില്ല, ഒന്നുമില്ലാത്തൊരു അവസ്ഥയാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു രീതിയിൽ പോലും 30 മുതൽ 50 കോടി രൂപയാണ് മലയാളികളുടെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തുകൊണ്ട് പോയിട്ടുള്ളത്. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് നമ്മുടെ സോഷ്യൽ മീഡിയ സ്കാം. കാരണം നമുക്കറിയാം കൊച്ചു കുട്ടികൾ മുതൽ ഇന്ന് സോഷ്യൽ മീഡിയക്കകത്തുണ്ട്. അപ്പോൾ ഈ കൊച്ചു കുട്ടികളുടെ കയ്യിൽ നിന്ന് തന്നെ പൈസ തട്ടിയെടുത്തുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ അമ്മയുടെയോ അച്ഛൻ്റെ കയ്യിൽ നിന്നായിരിക്കും മൊബൈൽ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ സോഷ്യൽ മീഡിയ സ്കാമിൻ്റെ കേസ് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ഇപ്പോഴല്ല, ഒരു 2-3 വർഷം മുമ്പാന്ന് തോന്നുന്നു, ഒരു 14 വയസ്സോ 15 വയസ്സോ ഉള്ള ഒരു പയ്യൻ പബ്ജി ആ ഗെയിം കളിക്കാൻ, ഗെയിമിനകത്ത് ബാക്കിയുള്ള ഡീറ്റെയിൽസ് എന്തൊക്കെയോ വാങ്ങാൻ വേണ്ടിയിട്ട് ഏകദേശം 16 ലക്ഷം രൂപയാണ് അച്ഛൻ്റെ കാർഡ് യൂസ് ചെയ്ത് സ്പെൻഡ് ചെയ്തത്. അതൊരു ചെറിയൊരു എമൗണ്ട് അല്ല. പുള്ളി ഒരു ഗവൺമെൻറ് എംപ്ലോയി എന്തോ ആയിരുന്നു. പുള്ളിയുടെ കാർഡ് യൂസ് ചെയ്ത് 16 lakhs rupees ഒരു 15 വയസ്സുകാരൻ ചിലവാക്കുകയായിരുന്നു. അത് വലിയൊരു എമൗണ്ട് ആണ്. ഇതുപോലെ സോഷ്യൽ മീഡിയക്കകത്ത് നിന്ന് തന്നെ നമുക്ക് ഒരുപാട് തട്ടിപ്പുകൾ കാണാനായിട്ട് കഴിയും. അത് ഒരുപാട് ആൾക്കാർ, പേഴ്സണലി എനിക്ക് തന്നെ ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട്, ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യൂ, ഇതിൽ നിന്ന് ക്രിപ്റ്റോ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ട്രേഡിങ്ങിൽ നിന്ന് ലാഭം ഉണ്ടാക്കി തരാം. ഇത്തരത്തിലുള്ള ഒരുപാട് സ്കാമുകൾ എനിക്ക് പേഴ്സണലി നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഓൾറെഡി വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഒരുപാട് കാരണം നമുക്കറിയാം ഇത് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ക്രിപ്റ്റോ ട്രേഡിങ് അങ്ങനെയല്ല. ഈ 100 മുതൽ അല്ലെങ്കിൽ 200-300% ഡെയിലി ഉണ്ടാക്കുന്ന ഒരു കാര്യമേ അല്ല ഈ ട്രേഡിംഗ് നമുക്കറിയാം. പക്ഷെ പലരും ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് സ്കാമുകളിൽ പോയി വീഴാറുണ്ട്. അപ്പോൾ ഇതിനകത്ത് എടുത്തു പറയുന്നത് സോഷ്യൽ മീഡിയ വഴി ഈ പറയുന്ന പാർട്ട് ടൈം ജോബിന്റെ സ്കാംസ് വരാറുണ്ട്. അതുപോലെ തന്നെ മറ്റ് ഇൻവെസ്റ്റ്മെന്റുകളുടെ രീതിയിലുള്ള സ്കാമുകൾ വരാറുണ്ട്. അല്ലെങ്കിൽ മറ്റ് രീതിയിലുള്ള തട്ടിപ്പുകൾ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ നമ്മുടെ OLX പോലും ഒരുപാട് തരത്തിലുള്ള തട്ടിപ്പുകളുണ്ട്. അതായത് അഡ്വാൻസ് പേയ്മെന്റ്, അയ്യോ അറിയാതെ ഞാൻ അയച്ച പേയ്മെന്റ് ആണ് എന്ന രീതിയിലൊക്കെ ഇടയ്ക്ക് വലിയൊരു തട്ടിപ്പും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ അത് പേയ്മെന്റ് തിരിച്ചയക്കുമെന്ന് പറയും. അപ്പോൾ ഒരു QR കോഡ് ആയിരിക്കും നമുക്ക് അയച്ചു തരുന്നത്. നമ്മൾ അതിൽ പേയ്മെന്റ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസും അതുപോലെ തന്നെ നമ്മുടെ അക്കൗണ്ടിൽ കിടക്കുന്ന പണം നേരെ അവരുടെ അക്കൗണ്ടിലേക്ക് പോകുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് തട്ടിപ്പും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ഈ ഒരു സോഷ്യൽ മീഡിയ വഴി നടക്കുന്നുണ്ട്. കൂടുതലും ഈ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കാണ്. പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ ഫേസ്ബുക്കാണ്. കാരണം ഒരുപാട് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ കൂടുതൽ ഇപ്പോൾ യൂസ് ചെയ്യുന്നതും നമ്മുടെ ഫേസ്ബുക്ക് തന്നെയാണ്. അപ്പോൾ പ്രായം കുറഞ്ഞ യങ് ആയിട്ടുള്ള ആൾക്കാർ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാമാണ്. അപ്പോൾ കൂടുതൽ സ്കാംസ് ഞാൻ കണ്ടിട്ടുള്ളത് ഫേസ്ബുക്കിലാണ്. ഇപ്പോൾ ഒരുപാട് ഗ്രൂപ്പുകളിലൂടെ വരുന്നതായിരുന്നാലും അല്ലെങ്കിൽ അല്ലാതെ പേഴ്സണൽ മെസ്സേജ് അയച്ച് വരുന്നതായിരുന്നാലും ഒരുപാട് തട്ടിപ്പുകൾ ഈ പറയുന്ന സോഷ്യൽ മീഡിയക്കകത്തും നടക്കുന്നുണ്ട്. അതിലൂടെ തട്ടിയെടുത്തിട്ടുള്ളത് 40 മുതൽ 60 കോടി രൂപയാണ്. നമ്പേഴ്സ് ആർ സോ ബിഗ്. ഇത് വലിയ നമ്പേഴ്സ്. ഇത് മൊത്തത്തിൽ നോക്കുമ്പോൾ ഇതെല്ലാ ലിസ്റ്റും കൂടെ നോക്കുമ്പോൾ ഏകദേശം 1000 കോടി അടുപ്പിച്ച് വരുമെന്ന് തോന്നുന്നു. നല്ലൊരു എമൗണ്ട് വരുന്നുണ്ട്. ഇനി അടുത്ത് നോക്കുവാണെങ്കിൽ കസ്റ്റമർ കെയർ, അതായത് നിങ്ങൾ എന്തെങ്കിലും സർവീസിനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ വേണ്ടി വരുന്നതാണ് എന്ന രീതിയിലുള്ള ഒരു കസ്റ്റമർ കെയർ. ഇപ്പോൾ ബാങ്കിന്റെ സൈഡിൽ നിന്നാണെന്ന് കരുതുക, നിങ്ങളൊരു OTP പറഞ്ഞു തരൂ,
കാരണം ബാങ്കിന് ഇത് ഇഷ്യൂ ചെയ്യണം അല്ലെങ്കിൽ അത് ഇഷ്യൂ ചെയ്യണം, ഇങ്ങനെ ഒരു പ്രോബ്ലം നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ പാൻ കാർഡുമായിട്ട് ലിങ്ക് ചെയ്യണം അല്ലെങ്കിൽ ആധാറുമായിട്ട് ലിങ്ക് ചെയ്യണം എന്ന രീതിയിലൊക്കെ ബാങ്കിന്റെ സൈഡിൽ നിന്നാണെന്ന് പറഞ്ഞുകൊണ്ട്, കസ്റ്റമർ കെയറിന്റെ സൈഡിൽ നിന്നാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരുപാട് ആൾക്കാർ കോൺടാക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ എന്തെങ്കിലും OTP അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആകെ പണിയാവും. നമ്മുടെ അക്കൗണ്ടിൽ കിടക്കുന്ന പണം മുഴുവനും അവർ കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയിലേക്ക് അത് പോകും. അപ്പോൾ അങ്ങനെ മാത്രം തട്ടിയത് വീണ്ടും 30 മുതൽ 50 കോടി രൂപയുണ്ട്. അപ്പോൾ ഓവറോൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മലയാളികളുടെ കയ്യിൽ നിന്ന് മാത്രം തട്ടിയെടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഉണ്ട്. 600 കോടിക്ക് മുകളിലാണ് നമ്മുടെ ഇപ്പൊ ഈ പറഞ്ഞ സ്കാം, UPI സ്കാം ആയിക്കോട്ടെ, ഇൻവെസ്റ്റ്മെന്റ് സ്കാം ആയിക്കോട്ടെ, പാർട്ട് ടൈം ജോബിന്റെ സ്കാം ആയിക്കോട്ടെ, ലോണ് ആപ്പുകളുടെ സ്കാം ആയിക്കോട്ടെ, സോഷ്യൽ മീഡിയ വഴിയുള്ള സ്കാം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇത്തരത്തിൽ കസ്റ്റമർ കെയറിൽ നിന്നാണ് എന്ന രീതിയിലുള്ള ഇതിലൂടെ തട്ടിയെടുത്തുകൊണ്ട് പോകുന്നത്. കാരണം ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് എന്താണ് നെറ്റ് ബാങ്കിങ് എന്ന് നേരെ ചെയ്യാനൊന്നും അറിയത്തില്ല. സോ അവരെന്തെങ്കിലും ട്രാൻസാക്ഷൻ ഒക്കെ ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഒരു OTP പറഞ്ഞു തരൂ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഒരു ട്രാൻസാക്ഷൻ നടത്തി തരാമെന്ന് പറയുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും ഇതെനിക്കിപ്പോൾ ചെയ്യേണ്ടതാണ്, അത്യാവശ്യമായിട്ട് ഈ ഒരു ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടതാണ് എന്ന മൈൻഡിൽ അവരത് പറഞ്ഞു കൊടുക്കുകയും അവസാനം തട്ടിപ്പിൽ പെട്ടുപോയി എന്ന് മനസ്സിലാക്കുന്നത് പിന്നെ ഒരു സമയത്തായിരിക്കും, ഒരുപാട് സമയം കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് വലിയൊരു എമൗണ്ട് ആണ്, ചെറിയ നമ്പർ ഒന്നും അല്ല. അതെ, വലിയൊരു എമൗണ്ട് ആണ്. 600 കോടിക്ക് മുകളിലാണ്. ഈ 2023-24 ഒരു വർഷത്തെ കണക്കാ പറയുന്നത്. 1 വർഷത്തെ കണക്ക് മാത്രമാണ്. ഇത്രയും വലിയൊരു എമൗണ്ട് ആണ്. അപ്പോൾ കുറച്ച് വർഷങ്ങളുടെ കണക്കെടുക്കുകയാണെങ്കിൽ ആയിരക്കണക്കിന് കോടി രൂപയാണ് സാധാരണക്കാരിൽ നിന്നും തട്ടിയെടുത്തുകൊണ്ട് ഇവിടെ പോയിട്ടുള്ളത്. ഇത് ചിലപ്പോൾ ഒരാളായിരിക്കാം അല്ലെങ്കിൽ ഒരു ടീം തന്നെ ആയിരിക്കാം. ഒരുപാട് തരത്തിലുള്ള തട്ടിപ്പുകൾ. എനിക്ക് തോന്നുന്നു പല കമ്പനീസ് രൂപപ്പെടുത്തിയിട്ട് ആ കമ്പനീസിന്റെ മറവിലായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഇനി നമ്മുടെ കേരള പോലീസും അതുപോലെ തന്നെ സൈബർ സെല്ലും ആണല്ലോ ഇതിന്റെ കേസും കാര്യങ്ങളും എല്ലാവരും ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ സൈബർ സെല്ലും അതുപോലെ തന്നെ കേരള പോലീസും കൂടെ ടോട്ടൽ ഇപ്പോൾ ഞാൻ പറഞ്ഞു 600 കോടിയോളമാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അതിൽ നിന്ന് റിക്കവർ ചെയ്യാനായിട്ട് സാധിച്ചത് 50 മുതൽ 70 കോടി രൂപ വരെയാണ്. അതായത് 10 മുതൽ 15% വരെ മാത്രമേ കേരള പോലീസിനും അല്ലെങ്കിൽ സൈബർ സെല്ലിനും കൂടെ റിക്കവർ ചെയ്തെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ ബാക്കി എമൗണ്ട് 90% അല്ലെങ്കിൽ 85 മുതൽ 90% ഫണ്ട് സ്റ്റിൽ തട്ടിക്കൊണ്ട് പോയവരുടെ കയ്യിലാണ്. അപ്പൊ അത് റിക്കവർ ചെയ്യാൻ പറ്റാത്തതിന്റെ റീസണും അവർ ഫണ്ട് മാറ്റുന്നത് തന്നെയാണ്. അതായത് എനിക്ക് തോന്നുന്നു അവർ ഈ ഫണ്ട് വന്ന ഉടനെ അവർക്ക് അത്യാവശ്യം അവർ വെൽ പ്ലാൻഡ് ആയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അവരുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ഫണ്ട് വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് മൂമെന്റ് തന്നെ അവരത് ക്രിപ്റ്റോയിലോട്ട് മാറ്റും. ക്രിപ്റ്റോയിൽ മാറ്റി കഴിഞ്ഞാൽ പിന്നെ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇല്ലെങ്കിൽ അവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫണ്ട്സ് ചില ഷെൽ കമ്പനീസ് പല രാജ്യത്ത് രൂപിക്കാൻ പറ്റും. അതിൽ തന്നെ ഞാൻ കുറച്ച് എടുത്തു നോക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പല രാജ്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന കുറച്ച് രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ചൈനയാണ്, മറ്റൊന്ന് നൈജീരിയയാണ്, പിന്നെ നമ്മുടെ UAE പോകുന്നുണ്ട്, ദുബായിലേക്കുമാണ് കൂടുതൽ ആൾക്കാർ അവിടെ ഇരുന്നാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളെല്ലാം ഫ്രോഡും കാര്യങ്ങളും എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് ഇത്തരം മറ്റ് രാജ്യങ്ങളിൽ നിന്നുകൊണ്ടാണ്. കേരളത്തിനകത്ത് നിന്നുകൊണ്ടോ അല്ലെങ്കിൽ ഇന്ത്യക്കകത്തോ നിന്നുകൊണ്ടോ അല്ല, മറ്റ് രാജ്യങ്ങളിൽ നിന്നുകൊണ്ടാണ് ഇവർ കംപ്ലീറ്റ് കാര്യങ്ങളും ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു കേരള പോലീസിനും അല്ലെങ്കിൽ സൈബർ സെല്ലിനും വളരെയധികം വലിയൊരു തലവേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. അല്ലെങ്കിൽ ആ ഒരു ഫണ്ട് തിരിച്ച് റിക്കവർ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര അധികം ഈസി അല്ല. പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്രിപ്റ്റോ കറൻസി മാർക്കറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ആർക്കും തന്നെ കംപ്ലീറ്റ്ലി ഡീസെൻട്രലൈസ്ഡ് മാർക്കറ്റാണ്, ഒന്നും തന്നെ ചെയ്യാനായിട്ട് കഴിയാത്ത ഒരു സിറ്റുവേഷനിലേക്ക്. ഇത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന വലിയൊരു കൺസേൺ ഉണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ, ഇപ്പോൾ സ്ഥിരം ഒരുപാട് പേര് എന്നെ കോൺടാക്ട് ചെയ്ത് ചോദിച്ചൊരു കാര്യമാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ആവുന്നു എന്നുള്ളത്. നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ആവുന്നുണ്ട്, അത് ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാൻ അറിയുന്ന പോലും ഇല്ല, എങ്ങനെയാണ് എൻ്റെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ആയത് എന്നൊക്കെ ചോദിച്ചു. സംഭവം ഈ ഒരു സ്കാമിൻ്റെ ഭാഗമായിട്ട് സൈബർ സെല്ലിൽ കേസ് കൊടുക്കുമ്പോഴാണ് ഈ ഒരു ഫ്രീസിങ് കാര്യങ്ങൾ ഉണ്ടാകുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു സ്കാമിൽ പെട്ട ഒരാൾ നേരെ കൊണ്ട് കേസ് കൊടുക്കുകയാണ്. സൈബർ സെല്ലിൽ കേസ് കൊടുക്കുമ്പോൾ നേരെ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുക്കുമല്ലോ. ആ സൈബർ സെല്ല് ചെക്ക് ചെയ്തിട്ട് ആ ബാങ്ക് അക്കൗണ്ട്, അതായത് അത് ട്രാൻസ്ഫർ ചെയ്ത അക്കൗണ്ടും ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത അക്കൗണ്ടും, ഈ 2 അക്കൗണ്ടും അവർ ഫ്രീസ് ചെയ്യും. അതിനുശേഷം എത്രയാണ് എമൗണ്ട് എന്ന് നോക്കും. ഇൻ കേസ് ആ ഒരു അക്കൗണ്ടിൽ നിന്ന് മറ്റ് അക്കൗണ്ടുകളിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കണക്ട് ചെയ്ത് പോയിരിക്കുന്ന അക്കൗണ്ടുകളെല്ലാം ഫ്രീസ് ചെയ്യും അവർ. അതിന് ലീൻ മാർക്ക്ഡ് എന്നും പറയും. ലീൻ മാർക്ക് എന്ന് വെച്ചാൽ ആ പർട്ടിക്കുലർ എമൗണ്ട് എത്രയാണ്, ആ ഒരു എമൗണ്ട് അവർ അപ്പോൾ തന്നെ അതിൽ നിന്ന് കട്ട് ചെയ്യും. അതിനുശേഷം ആ അക്കൗണ്ട് മുഴുവനായി ഫ്രീസ് ചെയ്യും. അതുകൊണ്ടാണ് നിങ്ങളുടെ അക്കൗണ്ട് ഫ്രീസ് ആവാനുള്ള കാരണം. ഇൻ കേസ് ഇപ്പോൾ ഈ ഒരു ഫണ്ട് മറ്റൊരാൾക്ക്, ഒരു സുഹൃത്തിന് അയച്ചു കൊടുക്കുന്നുണ്ടായിരിക്കും. അയച്ചു കൊടുത്തിട്ട് അയാൾ വല്ല കടയിലും പോയിട്ട് കടയിൽ മെർച്ചന്റ് പേയ്മെന്റ് ചെയ്യുമായിരിക്കും. ആ കടയിലെ ബാങ്ക് അക്കൗണ്ടും ഫ്രീസ് ആവും, ഈ പുള്ളിയുടേതും ഫ്രീസ് ആവും. അത് വലിയൊരു തലവേദനയാണ്. നമ്മുടെ ചുറ്റുമുള്ള എത്ര പേരുടെ അക്കൗണ്ടാണ് ഫ്രീസ് ആവുന്നത്. അപ്പം ഇത് നമുക്ക്
ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. മാക്സിമം സ്കാമിൽ പോയി പെടാതിരിക്കുക എന്നേ നമുക്ക് ഇതിന് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതെ, പിന്നെ എടുത്തു പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഓൾറെഡി നമ്മുടെ സൈബർ സെല്ലിനായിരുന്നാലും അല്ലെങ്കിൽ കേരള പോലീസിനായിരുന്നാലും വലിയ രീതിയിലൊന്നും റിക്കവർ ചെയ്യാനായിട്ട് കഴിയുന്നില്ല. അതൊരു പ്രധാനപ്പെട്ട റീസൺ നമ്മൾ ഈ പറഞ്ഞത് തന്നെയാണ്. അതായത് പല രാജ്യങ്ങളിലേക്കുമാണ് ഈ ഒരു ഫണ്ടും കാര്യങ്ങളും എല്ലാം പോകുന്നത്. ഓൾറെഡി നമ്മൾ നോക്കിയതുപോലെ തന്നെ. പിന്നെ അതിനുശേഷം ഈ കഴിഞ്ഞ റിക്കവറി റേറ്റ് കഴിഞ്ഞ വർഷങ്ങളിൽ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഞെട്ടിപ്പോവും. വലിയ എമൗണ്ട്സ് ആണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്. കാരണം 2022 റിക്കവറി റേറ്റും അല്ലെങ്കിൽ ആ ഒരു വർഷം ടോട്ടൽ സ്കാം ചെയ്തുകൊണ്ട് പോയിട്ടുള്ളത് 300 കോടിയാണ്. ടോട്ടൽ നഷ്ടപ്പെട്ടിട്ടുള്ള എമൗണ്ട് മലയാളികളുടെ കയ്യിൽ നിന്നാണ് 2022 കണക്ക് പ്രകാരം 300 കോടിയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അതിൽ തിരിച്ചു കിട്ടിയത് വെറും 35 കോടി രൂപ അല്ലെങ്കിൽ 35 കോടിയാണ് തിരിച്ച് കിട്ടിയിട്ടുള്ളത്. അതായത് 11.6% മാത്രമേ നഷ്ടപ്പെട്ടതിൽ നിന്ന് തിരിച്ചു കിട്ടിയിട്ടുള്ളൂ. ഇനി 2023 കണക്കെടുത്ത് നോക്കിയാലോ 400 കോടിയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. 400 കോടി. അപ്പം 400 കോടിയിൽ ആകെ തിരിച്ചു കൊണ്ടുവരെ കിട്ടിയിട്ടുള്ളത് 50 കോടി മാത്രമാണ്. അവിടെയും 12.5% മാത്രമേ നമുക്ക് തിരിച്ചു കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇത് വളരെയധികം നമ്മളെ ചിന്തിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സ്കാമിൽ പെട്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ഫണ്ട് തിരിച്ചു കിട്ടാനായിട്ടുള്ള സാധ്യത വളരെയധികം കുറവാണ്. അല്ലെങ്കിൽ വളരെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു 10% ഭാഗ്യം കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു എമൗണ്ട് തിരിച്ചു കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ കൂടുതലും നഷ്ടപ്പെട്ടു പോകാനായിട്ടാണ് സാധ്യത. പിന്നെ എടുത്തു പറയുവാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഒരു കേസ് ഇതാണ് പല രാജ്യങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് വിടുന്നു. മറ്റൊരു കേസ് എന്ന് പറയുന്നത് കേസ് കൊടുക്കാനായിട്ടുള്ള താമസമാണ്. അത് എത്രയും പെട്ടെന്ന് നിങ്ങൾ അങ്ങനെ ഒരു തട്ടിപ്പിന് ഇരയായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ 24 മുതൽ 48 മണിക്കൂറിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, സൈബർ സെല്ലിലോ അല്ലെങ്കിൽ തന്നെ നമുക്ക് മറ്റു വേറെ വഴികളുണ്ട്. അതായത് cybercrime.gov.in എന്ന പ്ലാറ്റ്ഫോമിലോ അല്ലെങ്കിൽ ആ വെബ്സൈറ്റിലോ കയറി നമ്മുടെ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് ആ ഒരു അക്കൗണ്ട് ട്രാക്ക് ചെയ്യുകയും നമ്മുടെ ഫണ്ട് റിക്കവറായി കിട്ടാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ പലരും ഇത് ചെയ്യത്തില്ല. കാരണം നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, പലർക്കും ആ ഒരു നാണക്കേട് ഉണ്ടാവും, ആൾക്കാരെ എങ്ങനെ ഫേസ് ചെയ്യുമെന്നുള്ള ആ ഒരു ചിന്തയൊക്കെ കാരണം ഇതിന്റെ മറ്റൊരു തലമുണ്ട്. അത് അടുത്തൊരു വീഡിയോയിലൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നതാണ്. അതിൽ നമ്മൾ റൊമാൻസ് സ്കാം എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ആ ഒരു തരത്തിലുള്ള സ്കാമുകളാണെങ്കിൽ 99% ആൾക്കാരും കേസിനോ വഴക്കിനോ ഒന്നും പോകാനായിട്ട് നിൽക്കത്തില്ല. പോയ പണമല്ലേ പോയുള്ളൂ, നാണക്കേടൊന്നും ഇല്ലല്ലോ എന്ന ചിന്തയിലേക്കൊക്കെ പലരും പോകാറുണ്ട്. വളരെ ചുരുക്കം കേസസ് മാത്രമേ നമുക്കത് അങ്ങനെ സംഭവിക്കുന്നതിൽ ന്യൂസസിലോ അല്ലെങ്കിൽ ബാക്കി ന്യൂസ് പേപ്പറിലോ ഒക്കെ വരാറുള്ളൂ. കൂടുതലും നമ്മൾ കണ്ടിട്ടുള്ളതിൽ കൂടുതൽ കേസസും റിപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ കേസ് ഫയൽ ചെയ്യാതെ പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ വളരെ ചുരുക്കം കേസസ് മാത്രമേ ഫയൽ ചെയ്യുന്നുള്ളൂ. ആ ചുരുക്കം കേസസിൽ നിന്നാണ് ഇത്രയും വലിയൊരു എമൗണ്ട് നമുക്ക് വരുന്നത്. ഫയൽ ചെയ്യാതെ പോകുന്ന ചിലപ്പോൾ ആയിരക്കണക്കിനോ ലക്ഷക്കണക്കിനോ ഇതുപോലുള്ള ഫൈനാൻഷ്യൽ ഫ്രോഡുകൾ ഉണ്ടാവും. അപ്പോൾ ഇവിടെ ടോട്ടൽ ഇനി പെൻഡിങ്ങിൽ കിടക്കുന്നത് നമ്മുടെ കേരള പോലീസിന് റിക്കവർ ചെയ്യാൻ വേണ്ടിയുള്ളത് 450 മുതൽ 500 കോടി രൂപ വരെയാണ്. അതായത് 85 മുതൽ 90% വരെ ഇനിയും റിക്കവർ ആക്കേണ്ടത്. ഇതിപ്പം ഓൾറെഡി നമ്മൾ പറഞ്ഞത് നമ്മുടെ സോഷ്യൽ മീഡിയ സ്കാമും ഓൺലൈൻ സ്കാമുകളെ പറ്റിയാണ്. അപ്പം ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഒരു കാര്യം ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്രിപ്റ്റോയുടെ കേസ്. ക്രിപ്റ്റോയിലിട്ട് മാറ്റി കഴിഞ്ഞാൽ ഒരിക്കലും റിക്കവർ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത്. അത് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ലാസ്റ്റ് ഇയർ നമ്മുടെ വസീറക്സ് ഹാക്ക് ചെയ്യപ്പെട്ടു. 2000 കോടി രൂപയാണ് അവർ ഹാക്ക് ചെയ്തുകൊണ്ട് പോയത്. ക്രിപ്റ്റോ തന്നെ ഹാക്ക് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ അത് വളരെ വലുതാണ്. അത് ഹാക്ക് ചെയ്യുകയും അവസാനം വസീറക്സ് പറഞ്ഞു ഇത് കണ്ടുപിടിക്കുന്ന ആൾക്ക് 200 കോടി രൂപ അവർ റിവാർഡ് കൊടുക്കാമെന്ന്. എന്നിട്ട് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. 200 കോടി റിവാർഡ് പറഞ്ഞിട്ട് പോലും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഒരിക്കലും ക്രിപ്റ്റോയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പൈസ നമുക്ക് തിരിച്ച് കിട്ടത്തില്ല. പിന്നെ ഈ ഇടയ്ക്കാണെങ്കിൽ വേറെ ഏതാ കോയിൻ DCXലും ഇതുപോലെ 44 കോടിയാണോ 44 മില്യൺ ആണോ 44 കോടി രൂപയാണെന്ന് തോന്നുന്നു. അത് ചെറിയൊരു എമൗണ്ട് ആണ്. 44 കോടി രൂപയാണ് അവർക്ക് സ്കാമിൽ നഷ്ടപ്പെട്ടത്. എന്നിട്ടും അവരും പറഞ്ഞു അതിൽ 25% റിവാർഡ് പ്രഖ്യാപിച്ചു. ഇതുവരെ അതും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതൊന്നും അങ്ങനെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ടാണ് ക്രിപ്റ്റോ മാർക്കറ്റിലേക്ക് ഫണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അത് നോക്കണ്ട, തിരിച്ച് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്തരത്തിലൊരു സ്കാമിൽ നമ്മൾ പെട്ടുപോയി എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 24 മുതൽ 48 മണിക്കൂറിനുള്ളിൽ കേസ് ഫയൽ ചെയ്യുക. അത് സൈബർ സെല്ലിലാണെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്ത് അപ്പോൾ തന്നെ കേസ് ഫയൽ ചെയ്യുക. റിക്കവറായി എമൗണ്ട് തിരിച്ചു കിട്ടാൻ സാധ്യത കുറച്ച് കൂടുതലാണ്. കാരണം ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പോയിട്ടില്ല. ആ ബാങ്ക് അക്കൗണ്ടിൽ പോയൊരു ടൈം ആണെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് റിക്കവർ ചെയ്തെടുക്കാനായിട്ട് അവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ കിട്ടത്തില്ല. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ cybercrime.gov.in എന്ന വെബ്സൈറ്റ് യൂസ് ചെയ്യാവുന്നതാണ്. അതിൽ നമ്മുടെ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ നമ്മൾ ഫണ്ട് അയച്ച ഡീറ്റെയിൽസ് ഉൾപ്പെടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ട് കഴിയും. അങ്ങനെ നമുക്ക് അവിടെ ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാം. അതിനുശേഷം നമ്മുടെ ലോക്കൽ സൈബർ സെല്ലിലേക്ക് പോയിട്ട് അവിടെ ഒരു കംപ്ലൈന്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ റിക്കവറായി കിട്ടാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ എത്രത്തോളം പോസിബിൾ ആണെന്ന് നമുക്ക് ഒരിക്കലും പറയാനായിട്ട് കഴിയില്ല.
അപ്പോൾ മാക്സിമം ഇത്തരത്തിലുള്ള തട്ടിപ്പുകളിൽ നിന്ന് നമ്മൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോകണം എന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ഈ തട്ടിപ്പുകളെ പറ്റിയിട്ടുള്ള വ്യക്തമായിട്ടുള്ള നോളജ് നമുക്ക് ഉണ്ടായിരിക്കണം. ആ ഇൻഫോർമേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് തട്ടിപ്പാണെന്ന് മനസ്സിലാക്കി അവിടെ നിന്ന് മാറിപ്പോകാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ.